മുകേഷിന് കേസില്ല, പെണ്ണിന്റെ കേസിൽ. ഗണേഷ് കുമാറിന് കേസില്ല, കടകംപള്ളി സുരേന്ദ്രന് കേസില്ല, പിന്നെ ശ്രീരാമകൃഷ്ണന് കേസില്ല, KT ജലീലിന് കേസില്ല, ഒന്നുമില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം മാത്രം എടുത്തിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് മറ്റുള്ള മയക്കണം, അത് മാത്രം ജനങ്ങളെ എടുത്തില്ല. ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തതിന് എപ്പോൾ ഒളിവിലാണെന്ന് പറയുന്നത്, ഇവർക്ക് എന്താ കണ്ടുപിടിക്കാൻ കഴിയാ? ഒളിവ് പോകാൻ പറഞ്ഞിട്ടും മറ്റുള്ള നേതാക്കന്മാരെ ഒക്കെ പേരിൽ പരാതി പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ നിലവിലിവിടെ എല്ലാ ജനങ്ങളുടെ ഇടയിലുണ്ട്. മറ്റേ ഒളിവ് പോയി അറിഞ്ഞിട്ട് ഒളിവ് പോയതിനെ കാണുന്നില്ല. ഒളിവ് പോയതിനെ കാണുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാല് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്താൻ പറ്റിയ നേതാവായിരുന്നു. അവൻ ഈ പീഡനം നടത്തിയതിനെ കൊണ്ട് പേരിലാണ് ഇപ്പം ഒളിവിലായത്. കേരള പോലീസിന് എന്തുകൊണ്ടാ പിടിക്കാൻ പറ്റുന്നത്? കേരള പോലീസിൽ എന്താ പിടിക്കാൻ പറ്റാത്തതെന്നോ? അല്ല, ഓൻ ഒളിവ് പോയാല് ഇവിടെ ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് മറച്ചു വെച്ചിട്ട് ഇതൊരു വിഷയമാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ്, ഇതിന്റെ യഥാർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്താൽ ഈ വിഷയം അവസാനിച്ച് അയാൾ കൂട്ടിലായാലും പിന്നെ വേറെ പുതിയ വിഷയം ഉണ്ടാക്കണ്ടേ? തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിനെ വലി ചെയ്തിട്ട് എന്തായി? കല്ല് വരെ എറിഞ്ഞിട്ട് ലാസ്റ്റ് അയാൾ നിരപരാധി എന്ത് വലി ചെയ്ത്? ഇവലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ എന്തും അടിച്ചേൽപ്പിച്ച് ഒരു വോട്ട് കേന്ദ്രം മാത്രമാക്കി മാറ്റുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് ഇവൽക്കുള്ളത്. ഒരു പാർട്ടിയിൽ നിന്ന് പോയാൽ കൊല്ലാൻ നടക്കുക, കയ്യും കാലും പെട്ടെന്ന് പറയാം, ഒരേ കയറി ഭീഷണിപ്പെടുത്തുക, വെള്ളം തരൂല എന്ന് പറയാം, പാർട്ടി കയറി ഇങ്ങോട്ട് എതിർ സ്ഥാനാർത്ഥിയെ ക്രിബലായി നിന്ന് കഴിഞ്ഞാൽ വെള്ളം തരൂല എന്ന് പറയാം. അതൊക്കെയാണ് ഇവലെ വിഷയം. വെറും അക്രമ രാഷ്ട്രീയം കേരള ജനത മൊത്തം കാണുന്നത്, അതാർക്കും പറയേണ്ട കാര്യമില്ലത്. ഇത് അവസാനിക്കും ഈ തെരഞ്ഞെടുപ്പോട് കൂടെ തന്നെ പറയാനുള്ളത്, വേറെ അല്ല. ഇതിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല, ഇനി ഒരു കാലത്തും തിരിച്ചറിയില്ല. സാധാരണക്കാരെ പാർട്ടി, ആ സാധാരണക്കാരെ പാർട്ടി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിപ്പോയി, കുത്തക മൊലാലിമാർ പാർട്ടിയായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് എത്രേ പറയാനുള്ളൂ. ഈ വിജയത്തിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ സ്വർണം കട്ടത്. ഈ ഇവർക്കൊന്നും ദൈവവിശ്വാസമല്ലേ? നമ്മളാണേ പറയും, ഞാനൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്, നമ്മളെ പള്ളീൻ്റെതാണ് ഒരു കട്ടത്, നമ്മൾ തീർച്ചയായിട്ടും പറയും. ഇവർക്ക് അതൊന്നും പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടിയാണ് വലുത്. ഇത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസം അവർക്ക് പ്രശ്നമില്ല, ഓല് പറയൂല. ഓർക്ക് പാർട്ടിയിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഓർക്ക് വിശ്വാസവും ഇല്ല. അതാണ് ഓലെ പ്രശ്നം. ഇപ്പൊ പറഞ്ഞിട്ടില്ല ഞങ്ങള് നമ്മൾക്ക് കേരളത്തെ അവാർഡ് കിട്ടിയ ഗിന്നസിൽ പേര് ഒരു അമ്പലം കട്ടാല്, ഇനിയിപ്പോ കേരളത്തിൽ മാത്രമല്ല പേര്, ലോകത്തല്ല, ഗിന്നസ് ബുക്ക് പേര് വരും. ഞാനിപ്പോ നിൽക്കുന്നത് ചാലിയാറിന്റെ തീരത്താണ്. ഈ ചാലിയാർ പുഴയ്ക്ക് അപ്പുറത്ത് കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ പുറ്റിയക്കടവത്താണ്. സുന്ദരമായ ഈ കടവിന്റെ ചൂടേറിയ രാഷ്ട്രീയ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. നമുക്ക് ഇവരുടെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളൊന്ന് കേട്ടു നോക്കിയാലോ. അപ്പൊ ചേട്ടാ, ഇവിടെ ആര് ജയിക്കും? ഇവിടെ നിലവിൽ ഈ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതുതായി രൂപീകരിച്ച വാർഡാണ്. പഴയ 9, 10, 11 അപ്പം ഇവിടെ ഈ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് പൊതുവെ ജയിക്കല്. പൊതുവെ കേരളത്തിന്റെ ഒരു അവസ്ഥ കേരളത്തിന്റെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമാണ് ഭരിക്കുന്നത്. അത് പിന്നെ വല്ല മാറ്റവും പ്രതീക്ഷിക്കല്ല. സർക്കാർ പറയേണ്ടത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളൊന്നും പറയുന്നില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം എടുത്തിട്ടാണ് ഇപ്പം മൊത്തത്തിൽ ജനങ്ങൾ ഓല ന്യൂനതകൾ മറിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് ഭരണം എന്നതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. കെട്ടിട നികുതി, പിന്നെ കറണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു സാധനത്തിനും വില കൂട്ടില്ല എന്ന് ഇവിടെ ഭരണത്തിൽ കയറുന്നെന്ന് 10 വർഷം ഫസ്റ്റിൽ ഭരണത്തിൽ കയറുന്നെന്ന് പിന്നെ ഇവിടെ ദേശാഭിമാനിയിലൊക്കെ വന്നിഞ്ഞതാണ് വില വർധന വരില്ല എന്ന് പറഞ്ഞ്. ആ ദേശാഭിമാനി എന്നെ ഇപ്പോൾ മാറ്റേണ്ട ഒരു ഗതികേടിലായിക്കണ്. ഈ വാർഡ് UDFൻ്റെ വാർഡാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും മാറ്റങ്ങൾ വരും. എല്ലാ ജനങ്ങൾക്ക് അറിയാലോ, ജനങ്ങൾക്ക് വിവരമുള്ള ആൾക്കാരാണല്ലോ. ശബരിമലയിൽ വരെ കൊള്ളാർത്തി. ഒരു കാലത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചു. പിന്നെ ഇപ്പോൾ ശബരിമല രണ്ടാമത് മാറ്റി കൊണ്ടുവന്ന് ആടേക്ക് ഒരു ഇതൊക്കെ നടത്തി യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്ന് BJP ആയിട്ട് കൂട്ടുകെട്ടായി. ഇപ്പോൾ രണ്ടാമത് ശബരിമലയിലെ സ്വർണം വരെ കെട്ട്. ഇവിടെ ജനങ്ങൾക്കില്ലേ ഇപ്പം ഈ പെൻഷൻ വർദ്ധിപ്പിച്ച് ജനങ്ങൾ ഇവിടെ സാധാരണക്കാർ ഓർക്കുള്ള എന്താണ് ഓർക്കുള്ള ഈ ഇത് കിട്ടുക എന്നുള്ളതാണ്.
ആനുകൂല്യങ്ങൾ കിട്ടുക എന്നുള്ള ആനുകൂല്യം പറ്റാത്ത ഈ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആരാളുടെ ഏത് ജനവിഭാഗമുള്ളത്? പെൻഷൻ വാങ്ങുന്ന ഒരു വിവാഹം പോലെ 62 വയസ്സായാലായിരിക്കും ഈ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളും ഞാനും എല്ലാവരും 20 18 വയസ്സായാലും പെട്രോൾ അടിക്കുന്ന 18 വയസ്സിന് മേലോട്ടുള്ളവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. പെട്രോളിന് ഭയങ്കര വില, കറണ്ട്, പിന്നെ ഞാൻ പറയട്ടെ, ഒരു ഫോമിന് ബിൽഡിംഗ് പെർമിറ്റിന് പോയിട്ടുണ്ടെങ്കിൽ 30 ഉറുപ്പ്യ കൊടുക്കേണ്ട സ്ഥാനത്ത് 1000 ഉറുപ്പ്യ കൊടുക്കണം. അത് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പെൻഷൻ വാങ്ങുന്ന പോലെയുള്ള ഒരാളോ രണ്ടാളോ അനുഭവിക്കുന്നുണ്ട്, 2000 ഉറുപ്പ്യ കിട്ടുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. അതെന്താ പറയുക, 100 ഉറുപ്പ്യൻ്റെ 10 ഉറുപ്പ്യൻ്റെ സാധനത്തിന് 1000 ഉറുപ്പ്യ ആയ ഇങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടിയാൽ അറിയില്ല. എല്ലാത്തിനും വില കൂട്ടി. പിന്നെ ഇത് സാധാരണക്കാരനാവും. പിന്നെ വോട്ടിൻ്റെ തലേന്ന് വരെ ജയിക്കും എന്നറിയാം. ഈ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-മാർക്ക് ഇനി 2 വോട്ട് ഞങ്ങൾ ഒരു വാർഡ് മെമ്പർക്ക് ചെയ്തോളി പറഞ്ഞാൽ വാർഡുകൾ കിട്ടൂല. ഒരു വാർഡ് ഇട്ടുകൊണ്ട് UDF-ന് ഭരിക്കാനും കഴിയില്ല. മൊത്തത്തിൽ UDF തരംഗം തന്നെ ഉണ്ടാവുള്ളൂ. ഇലക്ഷന്റെ ടൈം അടുപ്പിച്ചിട്ടല്ല മനുഷ്യൻ കൂട്ടേണ്ടിയ. 10 വർഷമായി ഇവിടെ നിൽക്കുന്നത്. ഇതുവരെ കൂട്ടാതെ ഇലക്ഷൻ അടുപ്പിച്ച് കൂടി ജനങ്ങളെ വിട്ടേ. മുമ്പ് കിറ്റ് കൊടുത്ത മാതിരി ഈ കഴിഞ്ഞ ഓണത്തിനൊന്നും കിറ്റൊന്നും ആർക്കും കിട്ടിയില്ലല്ലോ. അവിടെ പോയി കിറ്റൊക്കെ ആർക്കും കൊടുത്തില്ലല്ലോ അവിടെ കിറ്റൊന്നും. സാധാരണക്കാരെ പാർട്ടി, ആ സാധാരണക്കാരെ പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിപ്പോയി. കുത്തക മൊലാലിമാർ പാർട്ടിയായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ വാർഡിൽ എന്തായാലും 11-ാം വാർഡാണ്. അവിടെ ഉമ്മ ജമീൽ ജയിക്കുന്നതാണ്. ലീഗിന് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. മറ്റുള്ള വാർഡിൽ പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ കൊള്ളരുതായ്മക്കനുസരിച്ച് ഇവിടെ ഭരണങ്ങൾ നടക്കും. അത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുറമ്പോക്കൊക്കെ ഇവിടെ തോതിൽ ഇടിഞ്ഞു പോയിട്ട് ഇവിടെ ഇപ്പോൾ ഇടിഞ്ഞങ്ങൾക്ക് വേണം വീഡിയോയിൽ എടുത്ത് കാണിച്ചു തരാം. അതുവരെ ഉണ്ടായിട്ട് പഞ്ചായത്ത് ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല അതിനെപ്പറ്റി. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പഞ്ചായത്ത് ആവണം. അതേ നമ്മളെ ആവശ്യമുള്ളൂ. എൻ്റെ ആവശ്യം ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരമല്ലേ. പ്രശ്നം ഒരു പറഞ്ഞൊന്നും ഒരു ശരിയല്ല. എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് ജയിക്കണം മറ്റൊരു ജയിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ചെയ്യേണ്ട പോലെ ചെയ്യുന്നുണ്ട്. റോഡിനാണെങ്കിൽ ഇപ്പോൾ എന്തിനാണ് പിന്നെ കല്ലിട്ട് പോയി വെള്ളമുള്ള ആൾക്കാർ തന്നെയാണ് അതിന് മെനക്കെട്ട് കരാറെടുത്തോലും വെള്ളം തന്നെയാണ്. കരാറ് വെള്ളമില്ല. പിന്നെ ഓല് ചെയ്താറിൻ്റെ കാര്യമുണ്ടോ? ഓലെടുക്കുന്നുണ്ട്, മറ്റവർക്ക് ഇതാക്കുന്നുണ്ട്. എല്ലാ അവാർഡുകളും പഞ്ചായത്ത് ഇവിടെ സാജി പുത്തലത്ത് എന്ന് പറഞ്ഞ പ്രസിഡന്റാണ് ഈ അവാർഡുകളൊക്കെ ഏറ്റുവാങ്ങുന്നത്. അവൻ വെറുതെ കിട്ടണമല്ലല്ലോ, പ്രവർത്തിച്ചിട്ട് കിട്ടണല്ലേ. ഈ അവാർഡ് കൊടുക്കണോ വാങ്ങണോ എൻ്റെ പോലെ എനിക്ക് തരുന്നതായിരിക്കാം, മക്കൾക്ക് കൊടുക്കണായിരിക്കാം, വലിയാപ്പ മറ്റവന് കൊടുക്കണായിരിക്കാം. അതാണ് അവാർഡ് കൊടുക്കണോന് വാങ്ങണോന് വിവാദത്തിൽപ്പെട്ട ആളായിട്ട് അവാർഡ് കിട്ടണേ. അല്ലാതെ നേർക്കുവായിക്കൊന്നല്ല. വളച്ചൊടിക്കുക. ലോകായുക്ത പോലും മാറ്റി സ്വർണ്ണക്കടത്തിൽ ഇല്ലാതാക്കി. നിയമസഭ കൂടി ഇങ്ങോട്ട് ഭൂരിപക്ഷത്തിന്. പിന്നെ മുകേഷിന് കേസില്ല, പെണ്ണിന്റെ കേസിൽ. ഗണേഷ് കുമാറിന് കേസില്ല. കടകംപള്ളി സുരേന്ദ്രന് കേസില്ല. പിന്നെ ശ്രീരാമകൃഷ്ണന് കേസില്ല. KT ജലീലിന് കേസില്ല. ഒന്നുമില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം മാത്രം എടുത്തിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് മറ്റുള്ള മയക്കണം. അത് മാത്രം ജനങ്ങളെ കെടുത്തുക. ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തതിന് എപ്പോൾ ഒളിവിലാണ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്താ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇത് പിടിച്ചിങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും. പിന്നെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേരെ ജനങ്ങൾക്ക് ഇടയിൽ ഒന്നും പറയാനൊരു വിഷയം ഉണ്ടാവില്ല. അതിനോട് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യൂല, അങ്ങനെ കൊണ്ടുനടക്കൂ. എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നേരെ ഇതൊരു വിഷയമാക്കി മാറ്റണോ? അതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്, വേറൊന്നുമല്ല. ഒളിവ് പോകാൻ പറഞ്ഞിട്ടും മറ്റുള്ള നേതാക്കന്മാരെ ഒക്കെ പേരിൽ പരാതി പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ നിലവിലിവിടെ എല്ലാ ജനങ്ങളുടെ ഇടയിലുണ്ട്. മറ്റേ ഒളിവ് പോയി പറഞ്ഞിട്ട് ഒളിവ് പോയതിനെ കാണുന്നില്ല. എങ്ങനെയായാലും ഒളിവ് പോയതിനെ കാണുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആള് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്താൻ പറ്റിയ നേതാവായിരുന്നു. അവൻ ഈ പീഡനം നടത്തിയതിനെ കൊണ്ട് പേരിലാണ് ഇപ്പം ഒളിവിലായത്. കേരള പോലീസിന് എന്തുകൊണ്ടാ പിടിക്കാൻ പറ്റുന്നത്? കേരള പോലീസിൽ എന്താ പിടിക്കാൻ പറ്റാത്തതെന്നോ? അല്ല, ഓൻ ഒളിവ് പോയാല് ഇവിടെ ഇപ്പം സ്വർണ്ണക്കള്ളകടത്ത് മറച്ചു വെച്ചിട്ട് ഇതൊരു വിഷയമാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തിന്റെ യഥാർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്താൽ ഈ വിഷയം അവസാനിച്ച് അയാൾ കൂട്ടിലായാലും പിന്നെ വേറെ പുതിയ വിഷയം ഉണ്ടാക്കണ്ടേ? തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിനെ വലി ചെയ്തിട്ട് എന്തായി? കല്ല് വരെ എറിഞ്ഞിട്ട് ലാസ്റ്റ് അയാൾ നിരപരാധി എന്ത് വലി ചെയ്ത്? ഇവലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ എന്തും അടിച്ചേൽപ്പിച്ച് ഒരു വോട്ട് കേന്ദ്രം മാത്രമാക്കി മാറ്റാന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. ഒരു പാർട്ടിയിൽ നിന്ന് പോയാൽ കൊല്ലാൻ നടക്കുക, കയ്യും കാലും പെട്ടെന്ന് പറയാം, ഒരേ കയറി ഭീഷണിപ്പെടുത്തുക, വെള്ളം തരൂല എന്ന് പറയാ. പാർട്ടി കയറി ഇങ്ങോട്ട് എതിർ സ്ഥാനാർത്ഥിയെ റിബലായി നിന്ന് കഴിഞ്ഞാൽ വെള്ളം തരൂല എന്ന് പറയാം. അതൊക്കെയാണ് ഇവലെ വിഷയം. വെറും അക്രമ രാഷ്ട്രീയം കേരള ജനത മൊത്തം കാണുന്നത്. അതാർക്കും പറയേണ്ട കാര്യമില്ല. ഇത് അവസാനിക്കും ഈ തെരഞ്ഞെടുപ്പോട് കൂടെ തന്നെ പറയാനുള്ളത്, വേറെ ഒന്നുമല്ല. ഇതിൽ ജനങ്ങൾ തിരിച്ചറിയില്ല, ഇനി ഒരു കാലത്തും തിരിച്ചറിയില്ല. ലോകത്ത് തന്നെ അംഗീകാരം കിട്ടിയ ഗവൺമെന്റാണ് ഇപ്പോൾ ഈ കേരളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആരും വെറുതെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. ഇന്ന് കേരളത്തിൽ പാവപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇത് കിട്ടാത്ത ആനുകൂല്യം കിട്ടാത്ത ഒരു ജനവിഭാഗങ്ങളും ഇല്ല.
എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഇവർക്ക് രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് ഇവർ വെറുതെ വാഗ്ദാനങ്ങൾ ഉണ്ടാക്കാന്നല്ലാതെ അതിൻ്റെ കൊണ്ട് ഒരു കാര്യമില്ല. ജനങ്ങൾക്കറിയാം രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ സ്വർണം കട്ടത്. ഈ ഇവർക്കൊന്നും ദൈവവിശ്വാസമല്ലേ? നമ്മളാണെ പറയും, ഞാനൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്, നമ്മളെ പള്ളീൻ്റെതാണ് ഒരു കട്ടത്, നമ്മൾ തീർച്ചയായിട്ടും പറയും. ഇവർക്ക് അതൊന്നും പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടിയാണ് വലുത്. ഇത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസം അവർക്ക് പ്രശ്നമില്ല. ഓര് പറയൂല, ഓർക്ക് പാർട്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല, ഓർക്ക് വിശ്വാസവും ഇല്ല. അതാണ് ഓലെ പ്രശ്നം. ഇപ്പൊ പറഞ്ഞിട്ടില്ല ഞങ്ങള് നമ്മൾക്ക് കേരളത്തിൽ അവാർഡ് കിട്ടിയ ഗിന്നസിൽ പേര് ഒരു അമ്പലം കട്ടാല്. ഇനിയിപ്പോ കേരളത്തിൽ മാത്രമല്ല പേര്, ലോകത്തല്ല, ഗിന്നസ് ബുക്ക് പേര് വരും. ചിരിക്കാൻ വെറുതെ വേണ്ടിയിട്ട് ഓല് എന്താ പറയുന്ന ഓരൊന്നും ഇതിനെ രാഷ്ട്രീയ ഇതിനെ പറ്റി ഒന്നും അറിയില്ല അവർക്ക്. ഇന്ന് കേരള രാഷ്ട്രീയത്തിനെ പറ്റിട്ടോ ഇതിനെ പറ്റിട്ടോ അവർക്കൊന്നും അറിയില്ല. ഈ വെറുതെങ്കിലും കവല രാഷ്ട്രീയം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതിന് സപ്പോർട്ട് ചോദിച്ചാലും ജനങ്ങൾക്ക് ഇവർ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വിജയത്തിന് വേണ്ടി സംസാരിക്കാല്ലാതെ ഇവിടെ ഗവൺമെന്റിന്റെ ഇത് പറ്റാത്തത് ആയ വിഭാഗങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുണം കിട്ടുന്ന ഒരു ഭരണമാണ് ഈ ഇപ്പം നിലനിൽക്കുന്നത്. എൻ്റെ കാര്യം തന്നെ പറയാനുണ്ട്. ഞാനൊരു ചെറിയൊരു പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഗവൺമെൻറ് സർവീസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് 10 വാണ്ട് DA കുടിശ്ശിക തരാൻ കിടക്കാം. സംഭവം ശരിയാണ്. ഇത് ഈ പ്രകൃതിയിൽ ഇത് വന്നു പോയതാ. ഉരുൾപൊട്ടുന്ന മഴയായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുഴയിലേക്കായിട്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. കാണിച്ചു കൊടുക്കാൻ ഇല്ലല്ലോ. ഇതെന്താ പറഞ്ഞു കൊടുക്കാൻ ഇതോടെ ആയുള്ള സ്ഥലമാണ് പറഞ്ഞു കൊടുക്കാൻ. തെങ്ങും കാങ്ങും കാണിച്ചു കൊടുക്കാൻ പണിക്കാരെ പോയതല്ലേ. വയനാട്ടിൽ പൈസ പിരിച്ച് ഇവർക്ക് ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഭൂമി വാങ്ങാൻ പൈസ പിരിച്ചിട്ട് ആ പൈസ സ്വന്തക്കാരെ ഭൂമി വാങ്ങി, ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ ഭൂമി വാങ്ങി ഇവർ പൈസ തട്ടി പാവപ്പെട്ടവരെ പൈസ പിരിവെടുത്ത് കൊണ്ടുപോയി. ഞങ്ങൾ ഡിവൈഫൈക്കാർ പൈസ പിരിച്ച് 100 വീടിനുള്ള പൈസ 20 കോടി ഉറുപ്പ്യ കൊടുത്ത് അക്കറി പെറുക്കിയിട്ടും ഈ പാവപ്പെട്ടവർ ഈ ബിരിയാണി ചലഞ്ചും ഭക്ഷണ ചലഞ്ചും നടത്തി. സെന്റർ വരെ വന്യഭൂമിയിലാങ്കളെ ഇവിടെ തെളിഞ്ഞതാ. ഞങ്ങൾ കണക്കുണ്ട്, നിങ്ങൾക്ക് അതില്ല, കണക്കില്ല. പണം പിരിച്ചെടുക്കുക എന്നിട്ട് കീശയിലേക്ക് ആക്കുക. അത് ഞങ്ങൾക്ക് കണക്കുണ്ട്. ഞങ്ങൾ ഒരു ഉറുപ്പ്യ പിരിച്ചതിനാൽ ആ ഉറുപ്പ്യ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. നിങ്ങളല്ല, നിങ്ങൾ കീശയിലാക്കാണ്. മുൻ ഭാര്യ പരാതി കൊടുത്തു. ഇനിയിപ്പോ മുഖ്യമന്ത്രി എന്താ നടപടി എടുക്കാൻ നമ്മൾ നോക്കാലോ. പാവപ്പെട്ടവരെ പൈസ വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ കീശയിലാക്കുന്ന പരിപാടി ഇല്ലേ, അത് ശരിയില്ല ഏർപ്പാടല്ല. ഇന്നായില്ല കൊടുക്ക. ഞങ്ങൾ കൊടുത്തല്ലോ 20 കോടി ഉറുപ്പ്യ ഞങ്ങൾ പിരിച്ചു കൊടുത്ത്. പാർട്ടിന്റെ ആയാലും ആരുടെയായാലും 20 കോടി ഉറുപ്പ്യ പിരിച്ച് ഞങ്ങൾ ഗവൺമെന്റിനാ കൊടുത്ത്. അതിന് കണക്കുണ്ട്. നിങ്ങൾക്ക് കൊടുത്തതിന് കണക്കില്ല. നിങ്ങൾ കീശയിലാക്കി തുളിവ് വിലക്ക് കിട്ടുന്ന ഭൂമി മുഖ്യമന്ത്രിക്ക് പാലൊടിക്കാൻ നിയമസഭന്റെ അടുത്ത് ആട് പിന്നെ പശുവിന്റെ ഫാമ് പിന്നെ ഇവിടെ പിന്നെ UDF ഇവിടെ ഹൈവേ കൊണ്ടുവരുമ്പോ പശുവിനെ കെട്ടാൻ കഴിയൂല. അല്ല നിയമസഭ പശുവിനെ കൊണ്ടുപോയി കെട്ടിയത്. അതിനൊരു പ്രശ്നമില്ല. നിങ്ങളും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ച പൈസ ഏൽപ്പിക്കാൻ പറ്റാ കക്കാൻ അമ്പലത്തിലെ സ്വർണം കട്ടാൽ ഇനി ലോക ജനത വിശ്വസിക്കൂല. എന്നിട്ടല്ലേ അതന്നെയാണ് ഇവിടെ വിശ്വസിക്കുക. അതന്നെ പറയണ്ടേ. അമ്പലത്തിന്റെ സ്വർണം കട്ടണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി ഒന്നും കക്കാൻ പ്രശ്നമില്ല. ഏതും നിങ്ങൾ കക്കൂ. അമ്പല സ്വർണം കട്ടാ പിന്നെ ഇനി എന്താ കക്കാൻ മടി? ഒരു ദൈവവിശ്വാസത്തിന്റെ മുതൽ കട്ടോൽക്ക് പിന്നെ ഇനി എന്താ കക്കാൻ മടി? ഇനെന്താ നിങ്ങളായി കൂടുതൽ നിങ്ങൾക്ക് ഒന്നും വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ എല്ലാവരും ഒരേ മാതിരി തന്നെ. ഞങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉള്ള ആളുകളാണ്. ഇവിടെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ട് അല്ലാതെ ജനങ്ങൾ ഞങ്ങളൊക്കെ ഒപ്പരെല്ലാരും പിന്നെ ചായ കുടിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയം പറയും, കയ്യാങ്കളിയില്ല. രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെട്ടും കൊലയും കച്ചറയും
കറി ഉണ്ടാക്കാനല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഭരണപക്ഷം ഉണ്ടാകുമ്പോഴേ പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴേ ഭരണപക്ഷം നന്നാവുള്ളൂ. അതന്നെ നമ്മളത്. നമ്മളെ സംസാരം കേട്ടാലേ നിങ്ങൾ വിചാരിക്കും നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കി പോയി. പക്ഷെ ഞങ്ങൾ തമ്മിൽ എല്ലാത്തിനും ഒന്നാ. ഇവിടെ ഒരു പ്രശ്നവും നമ്മൾ തമ്മിലില്ല. രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതല്ലാതെ ഞങ്ങൾ ജനീയ കൂട്ടായ്മ, അതേപോലെ ഇവിടെ ജനീയ സർവീസ് എന്ന് പറഞ്ഞൊരു ബസ് റോഡുണ്ട്. ഞങ്ങളെല്ലാവരും പാടെ ഒരു 10-250 ആൾ കൂടി എടുത്തിട്ട് അവിടെ സർവീസ് നടത്തുന്നത്. രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറത്ത് കുറ്റിക്കടവത്തുകാർക്ക് പറയാനുള്ളത് അവരുടെ ജനകീയ പ്രശ്നങ്ങൾ കൂടിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും കരുതുന്ന പോലെ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ഇവരുടെ ചർച്ചാ വിഷയം. സംസ്ഥാന തലത്തിൽ കത്തി നിൽക്കുന്ന വിഷയങ്ങളുമുണ്ട്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1, കോഴിക്കോട്.